Very good morning to all. Today we will discuss about elements of planning. The planning function involves setting objectives, laying down policies, formulating procedures and rules, strategies and programs, budgeting, forecasting and decision making. പ്ലാനിങ് ഫങ്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, പോളിസീസ് ലേ ഡൗൺ ചെയ്യുക, പ്രൊസീജിയർ ആൻഡ് റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുക, അതായത് പോളിസീസും പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടാക്കുക, സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ്, ബഡ്ജറ്റിങ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? പ്ലാനിങ് ഫങ്ഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബിസിനസ് ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. സോ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആർ ദ സ്പെസിഫിക് ആൻഡ് മെഷറബിൾ result companies hope to maintain as their organization grows. Business objectives are the specific and measurable result. ബിസിനസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളതും അളക്കാൻ പറ്റുന്നതുമായിട്ടുള്ള എന്താണ് റിസൾട്ടാണ്. എന്തിൻ്റെ റിസൾട്ട്? കമ്പനീസ് ഹോപ്പ് ടു മെയിൻറ്റെയിൻ ആസ് ദെയർ ഓർഗനൈസേഷൻ ഗ്രോസ്. അതായത് കമ്പനി അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം വളർന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അല്ലെങ്കിൽ വളർന്നു എന്നുള്ളതിൻ്റെ പ്രതീക്ഷയായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അളക്കാൻ പറ്റുന്ന സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എൻ്റർപ്രണേഴ്സ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ് മസ്റ്റ് ട്രാക്ക് പെർഫോമൻസ് ഇൻ എവരി പാർട്ട് ഓഫ് ദെയർ ബിസിനസ് ടു മേക്ക് ഷുവർ ദേ ആർ മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ എൻ്റർപ്രണേഴ്സും ബിസിനസ് ലീഡേഴ്സും ഒക്കെ അവരുടെ എന്താണ് പെർഫോമൻസിന് ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ പെർഫോമൻസിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ബിസിനസ്സിൻ്റെ എല്ലാ മേഖലകളിലും അവരെന്ത് ചെയ്യും? ട്രാക്ക് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് അവർ കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പെർഫോമൻസിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ബിസിനസ് ഒബ്ജക്റ്റീവ് ആക്ട് ആസ് എ കോമ്പസ് ഫോർ ദ കമ്പനി ഡിക്റ്റേറ്റിംഗ് ഹൗ ദ ഓർഗനൈസേഷൻ ഷുഡ് അലോക്കേറ്റ് സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് മേ ബി അവൈലബിൾ എന്നാണ്. അതായത് ബിസിനസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? കമ്പനിയെ സംബന്ധിച്ചൊരു കോമ്പസ് ആയിട്ട് എന്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനം എങ്ങനെയാണ് അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ച് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു കോമ്പസ് ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ബിസിനസ് ഒബ്ജക്റ്റീവ് വർക്ക് ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഒബ്ജക്റ്റീവ്സ് റിമെയിൻ ദ സെയിം അണ്ടിൽ ദ കമ്പനി സർക്കംസ്റ്റാൻസസ് ചേഞ്ച്. എന്താണ്? കമ്പനിയുടെ സാഹചര്യം ചേഞ്ച് ആവുന്നത് വരെ എന്തുതന്നെയായിരിക്കും? റിമെയിൻ ദ സെയിം. ഒബ്ജക്റ്റീവ് എന്തുതന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. കമ്പനിയുടെ സാഹചര്യം ചിലപ്പോൾ മാറിയാൽ ചിലപ്പോൾ എന്തും മാറാനുള്ള സാധ്യതയുണ്ട്. ഒബ്ജക്റ്റീവും എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, ഹൈറാർക്കി ഓഫ് ഒബ്ജക്റ്റീവ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്, അച്ചീവബിൾ, ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്പെസിഫിക്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, ഫ്ലെക്സിബിൾ. ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഒബ്ജക്റ്റീവ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ. എന്താ ഒബ്ജക്റ്റീവ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, once the objectives are set, it must be properly understood by the team members because it helps in proper implementation for achievement of the objectives. അതായത് ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്ക് മനസ്സിലാവണം? ആ ടീമിലുള്ള ആളുകൾക്ക് ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലേ അത് എന്തിനു ഹെൽപ്പ് ചെയ്യുള്ളൂ? കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഒബ്ജക്റ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എന്താണ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവിന് അത് സഹായിക്കുകയുള്ളൂ. കാരണം ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതെങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദ ബിസിനസ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി മെയ്ഡ് ഇൻ എൻ അണ്ടർസ്റ്റാൻഡബിൾ വേ. അതായത് എല്ലാവർക്കും, അതായത് എസ്പെഷ്യലി ഫോർ ദ ടീം മെമ്പേഴ്സ് ഓർ ദ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ. അതെന്തായിരിക്കണം? കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ പറ്റുന്നതായിരിക്കണം. It helps in communicating your objective to your investors, employees, partners, etc. അല്ലാതെ എന്താ സഹായിക്കും? നമ്മുടെ ഒബ്ജക്റ്റീവിന് എന്ത് ചെയ്യാൻ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളോട്, ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, പാർട്ട്നേഴ്സിനോടൊക്കെ വിശദീകരിക്കുവാൻ അത് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. കാരണം ഒബ്ജക്റ്റീവിനെ പറ്റി അറിഞ്ഞാലല്ലേ അവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാൻ പറ്റുള്ളൂ. സോ വിത്തൗട്ട് ദിസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഇറ്റ് ബിക്കം വെരി ഡിഫിക്കൾട്ട് ടു റീച്ച് ദം. എന്നാണ്
അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ അടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്താൻ പറ്റില്ല. കാരണം നമുക്ക് കൺവിൻസ് ചെയ്യാൻ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് ഇതാണ്, ആ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യും, ബിസിനസ് നേടിയെടുക്കും. അതുകൊണ്ട് ദർ ഇസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ആർക്ക് മനസ്സിലാവണം, ഈ ബിസിനസ് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യണം, മനസ്സിലാവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിനത് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കണം. Objective should be measurable. Objective of an organization must be measurable. And unless the objectives are set, the organization will not be able to compare the actual performance with the planned target. മെഷർ ചെയ്യാൻ, അളക്കുവാൻ പറ്റുന്നതായിരിക്കണം. അതായത് അളക്കുവാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഓർഗനൈസേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു കമ്പയർ ദി ആക്ച്വൽ പെർഫോമൻസ്. എന്താണ്, ഓർഗനൈസേഷൻ്റെ ആക്ച്വൽ പെർഫോമൻസും അവർ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ടാർഗറ്റും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യുവാൻ എന്ത് ചെയ്യില്ല, സാധ്യമല്ല. എന്ത് ചെയ്യാൻ എന്തല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല എങ്കിൽ. സോ ഒബ്ജക്റ്റീവ് ഗിവ് ബിസിനസ് ക്ലിയർലി ഡിഫൈൻഡ് ടാർഗറ്റ്. എന്താണ്, ഒബ്ജക്റ്റീവ് ഗിവ്സ് ദ ബിസിനസ് എ ക്ലിയർലി ഡിഫൈൻഡ് ടാർഗറ്റ്. എന്താണ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എന്താണ്, ഡിഫൈൻഡ് ടാർഗറ്റാണ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ത് നൽകുന്നു, കൃത്യമായിട്ടൊരു ടാർഗറ്റ് ആർക്ക് നൽകുന്നുണ്ട്, ബിസിനസ്സിന് നൽകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൾസോ എനേബിൾസ് ദ ബിസിനസ് ടു മെഷർ ദ പ്രോഗ്രസ് ടുവേഴ്സ് ഇറ്റ് സ്റ്റേറ്റഡ് എയിംസ്. എന്താണ്, അതുകൊണ്ട് തന്നെ അതിനാവശ്യം എന്താണ്, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ ഹൗ ഇറ്റ് ഈസ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് നേടിയെടുത്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാനൊക്കെ ഇത് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയണം, ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. ദെൻ ഹയറാർക്കി ഓഫ് ഒബ്ജക്റ്റീവ്. അതായത് ഹയറാർക്കി മീൻസ് എന്താണ്, ലെവലാണ്. എന്താണ് ലെവൽ എന്നുള്ളതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആർ സ്ട്രക്ചേർഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഹയറാർക്കി. അപ്പം ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അതിൻ്റെ ഓരോ ലെവലിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഹയറാർക്കി അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആൾ ദ ഒബ്ജക്റ്റീവ്സ് ആർ നോട്ട് ഈക്വലി എന്നാണ് ഇമ്പോർട്ടൻ്റ്. എല്ലാ ഒബ്ജക്റ്റീവ്സും ഒരേ രീതിയിൽ പ്രാധാന്യം അറിയിക്കുന്നതായിരിക്കില്ല. അല്ല, എന്താണ്, ഇപ്പോൾ ടോപ്പ് ലെവൽ ഒബ്ജക്റ്റീവ് അത്ര പ്രാധാന്യം ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു ലെവൽ ഒബ്ജക്റ്റീവിന് ഉണ്ടാവില്ല. സോ ഇറ്റ് ഷുഡ് ബി അച്ചീവ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്രയോറിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതിനാണോ കൊടുക്കേണ്ടത് അത് ആദ്യം എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ആ രീതിയിലാണ് എന്ത് ചെയ്യണത്, ഇറ്റ് ഷുഡ് ബി അച്ചീവ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്രയോറിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ്. ഓരോന്നിൻ്റെയും പ്രാധാന്യത്തിനും അതേപോലെ എന്താണ് പ്രയോറിറ്റിക്കൊക്കെ അനുസരിച്ചിട്ടാണ് അതെന്ത് ചെയ്യണത്, കൺസിഡർ ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി അച്ചീവ്ഡ് ഫസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, അച്ചീവ് ചെയ്യും. അടുത്താണത് മൾട്ടിപ്ലിസിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്. സോ ബിസിനസ് ഡസ് നോട്ട് ഹാവ് എ സിംഗിൾ ഒബ്ജക്റ്റീവ്. ബിസിനസ്സിന് എപ്പോഴും എന്താണ്, ഒരൊറ്റ ഒബ്ജക്റ്റീവ് മാത്രം ആയിരിക്കില്ല ഉണ്ടാവുക, അത് ആ മൾട്ടിപ്പിൾ ഇൻ നാച്ചുറൽ ഒരുപാട് ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. സോ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എവറി ബിസിനസ് ഈസ് പ്രോഫിറ്റ് ഫോളോഡ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് ഏണിംഗ് ആണ്. ഏതിലൂടെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ പ്രോഫിറ്റ് നേടിയെടുക്കുക അല്ലെങ്കിൽ ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അത് കൂടാതെ ബിസിനസ് ആൾസോ ഹാസ് ദ ഒബ്ജക്റ്റീവ് ടുവേർഡ്സ് സൊസൈറ്റി ദാറ്റ് കംപ്രൈസസ് ഓഫ് എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് എക്സെട്ര. അതുകൂടാതെ ബിസിനസ്സിന് എന്തുണ്ട്, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സൊസൈറ്റിയോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. എംപ്ലോയീസിനോട്, ഷെയർ ഹോൾഡേഴ്സിനോടൊക്കെ എന്തുണ്ട്, ബിസിനസ്സിന് ഒബ്ജക്റ്റീവ് ഉണ്ട്. സോ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഓർഗാനിക് ഒബ്ജക്റ്റീവ്, എക്കണോമിക് ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ് ആൻഡ് നാഷണൽ ഒബ്ജക്റ്റീവ്. ഇത്രയും എന്താണ്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ് എന്നും എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്നും സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒബ്ജക്റ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വളരെ നക്ഷലായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് അല്ല ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുക, ഒരുപാട് എന്തുണ്ടാവും, ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. അതേപോലെ ഒരു പ്രത്യേകതയാണ് എന്ത്, ഫീച്ചറായി അച്ചീവബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. ബിസിനസ് ഗോൾ മസ്റ്റ് ബി അച്ചീവബിൾ. സോ ദ ഓർഗനൈസേഷൻ ഷുഡ് ഫ്രെയിം ദോസ് ഗോൾസ് വിച്ച് ക്യാൻ ബി അച്ചീവ്ഡ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഇറ്റ്സ് കേപ്പബിലിറ്റീസ് ആൻഡ് റിസോഴ്സസ്. എന്താണ്, ഓർഗനൈസേഷൻ എങ്ങനെയുള്ളതായിരിക്കണം, ആ ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റീസും അതേപോലെ വിഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിന് അച്ചീവ് ചെയ്യാൻ, നേടിയെടുക്കാൻ സാധിക്കുന്ന ലക്ഷ്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. സോ ദ ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി ഫീസിബിൾ എനഫ് ടു കീപ്പ് എ ടീം മെമ്പേഴ്സ് മോട്ടിവേറ്റഡ് ടു സ്ട്രൈവ് ടുവേർഡ്സ് ഇറ്റ്സ് അച്ചീവ്മെൻറ്റ്. എന്താണ്, അതായത് എങ്ങനെയായിരിക്കണം, ഫീസ് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് എന്താണ്, നമ്മുടെ
ഫോർ എക്സാമ്പിൾ പറയുകയാണ് എങ്കിൽ എന്താ പറയുക, ഒരാഴ്ച കൊണ്ട് 10 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് വെക്കുന്നു. അപ്പോൾ അത് ആസ് കൺസേൺ ടു ദ ഓർഗനൈസേഷൻ്റെ റിസോഴ്സസിനെയും എംപ്ലോയീസിനെയും വെച്ചിട്ട് അത് ചിലപ്പം എന്തായിക്കൊള്ളുന്നില്ല, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനെയൊക്കെ ബാധിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിലായിരിക്കണം എന്താ, അപ്പം അത് അങ്ങനെ ആവാൻ പാടില്ല എന്ത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. അതായത് എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതുകൊണ്ട് ഇൻസ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്താ സെറ്റ് ചെയ്യേണ്ടത്. വൈൽ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ദ ഓർഗനൈസേഷൻ മസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ ലിമിറ്റേഷൻസ് ആൾസോ. എന്താണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസിനൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, ആലോചിക്കേണ്ടതുണ്ട്. then objective should be specific. എന്താണ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, സ്പെസിഫിക് ഇൻ ടേംസ് ഓഫ് ടൈം, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. എന്താണ് അതിൻ്റെ ടൈമിനനുസരിച്ച് ടൈം, അതേപോലെ തന്നെ എത്ര ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയും എന്നൊക്കെ എന്ത് ചെയ്യേണ്ടത് സ്പെസിഫിക് ആയിട്ട് പറയണം. സോ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഹെൽപ്പ് ഇൻ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദോസ് ഒബ്ജക്റ്റീവ് ഇൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം ആൻഡ് റിസോഴ്സസ് അവൈലബിലിറ്റി. എന്താണ് ആ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്തിനു സഹായിക്കുന്നു, ആ പറഞ്ഞ കൃത്യസമയത്തിനുള്ളിൽ കൃത്യ റിസോഴ്സസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകളെ വെച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ആൻഡ് ഇഫ് ദ ഒബ്ജക്റ്റീവ്സ് ആർ സ്പെസിഫിക് ഇറ്റ് ഗീവ്സ് പ്രിസൈസ് റിസൾട്ട്. എന്താണ് സ്പെസിഫിക് ആണ് എങ്കിൽ അത് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും പ്രിസൈസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അത് തരുന്നുണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. എന്താണ് സോ ഒബ്ജക്റ്റീവ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടേംസ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആയിട്ടും അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ടേംസ്, അതായത് വോളിയം, നമ്പർ ഓർ വാല്യൂ ടേംസ്, ഇൻക്രീസ് ഇൻ സെയിൽസ്, മാർക്കറ്റ് ഷെയർ, റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ്. ഇതൊക്കെ എന്താണ്, ഇപ്പോൾ നമ്പർ ഓഫ് എന്താണ് വാല്യൂ, നമ്പർ ഓർ എന്താണ് വാല്യൂ ടേംസ്, ഇൻക്രീസ് ഇപ്പോൾ 10,000 രൂപ ഇൻക്രീസ്, സെയിൽസ് എന്താണ് 10,000 യൂണിറ്റ് ഉണ്ടാക്കണം, അത് നമുക്ക് എന്താണ് മാർക്കറ്റ് ഷെയർ 50% ആക്കണം, അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, സം ഒബ്ജക്റ്റീവ്സ് ആർ ക്വാളിറ്റേറ്റീവ്, അതായത് എന്താണ് ഗുഡ് വില്ല്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ എന്താണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യാൻ രണ്ട് രീതിയിലും വെക്കാം, ക്വാണ്ടിറ്റേറ്റീവും ആക്കാം, അതേപോലെ എന്താണ് ക്വാളിറ്റേറ്റീവും ആക്കാം. അടുത്താണ് ഫ്ലെക്സിബിൾ മീൻസ് എന്താണ് കീപ്സ് ഓൺ ചേഞ്ചിങ്, എന്താണ് മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളത്. അതായത് ബിസിനസ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി റിജിഡ്. കാരണം എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. എന്താണ് ആ സാഹചര്യം എന്താണ് ബിസിനസ് ക്ലൈമറ്റൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം എന്താണ് പെട്ടെന്നാണ് കൊറോണ പോലുള്ള എന്താണ് ഒരു രോഗം വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്ലൈമറ്റിലേക്ക് നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്യണം, മാറ്റാൻ പറ്റുന്നതായിരിക്കണം. മാറ്റാൻ പറ്റുന്നതല്ലെങ്കിൽ റിജിഡ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പിന്നെയും ഒരുപാട് എന്ത് ചെയ്യും, നഷ്ടത്തിന് എന്ത് ചെയ്യും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിലായിരിക്കണം, അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് ഷുഡ് ബി ചേഞ്ച്ഡ് ഓർ മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് സിറ്റുവേഷൻ. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറ്റുവാൻ പറ്റുന്നതായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് എന്താണ് പ്ലാനിങ്ങിലുള്ളത്. സോ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കാം.